ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കാര്യം നിങ്ങളോട് പറയാനായിട്ടാണ്. നിങ്ങൾ കഥ വായിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തേത്. അപ്പോൾ അതിനായിട്ട് ഞാൻ വായിച്ചതും പിന്നെ കുറച്ച് വായിച്ച് പകുതി ആയതൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും നല്ല എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ബുക്കാണ്. ആ ബുക്ക് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തത്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെയായിട്ട് ഓർഡർ ചെയ്തത്. എൻ്റെ അമ്മയായിട്ട് ഓർഡർ ചെയ്തത്, ഞാനല്ല. അപ്പോൾ അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കാണ്. ഭയങ്കര സാഡാണ്. ഇതിൽ രണ്ട് ഇതുണ്ട് കേട്ടോ. ഒന്ന് എൻ്റെ സാഡായിട്ട് ഭയങ്കര സാഡാണ്, ഫസ്റ്റ് വേർഷൻ. പിന്നെ സെക്കൻഡ് പോർഷൻ കുറച്ച് സാഡാണ്. അപ്പോൾ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് തക്കിടിമുണ്ട് എന്ന് പറയുന്നൊരു കഥയാണ്. ഡോക്ടർ കൈ ശ്രീകുമാർ ആണ് ഇത് എഴുതിയത് കേട്ടോ. പിന്നെ കുറച്ച് അധികം സങ്കടമായിട്ടുള്ള, ഇതിനെക്കാട്ടും കുറച്ച് കുറവാണ്, പക്ഷേ എങ്കിലും സങ്കടമായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അതാണ് ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയത്. വികൃതി രാമനാണ്, ഒരു കുരങ്ങൻ്റെ കഥ കേട്ടോ. വാല് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പം ഇത് പി നരേന്ദ്രനാഥാണ് എഴുതിയത്. ഇതാ പിന്നെ എൻ്റെ പണ്ടത്തെ ബുക്ക് ഇത് കുറച്ച് അടിപൊളി തോന്നി. ഇപ്പോൾ പിന്നെ വായിക്കണമെന്നുണ്ട്. ഉറൂബ് എഴുതിയതാണ്, അംഗവീരൻ. നെക്സ്റ്റ് ഇതാട്ടോ. ഇത് കുറേ ഉള്ള പോലെ തോന്നും, പക്ഷെ ഭയങ്കര ഞാൻ ഇതാ ഇവിടെ എത്തി. എവിടെയോ പോർഷൻ ഇവിടെ എത്തിയ അത് ഓപ്ഷനാണ്. അപ്പോൾ ഇതാ കുറച്ച് പകുതി എത്തി. ഇതാ 14 ഞാൻ 16 കാണിച്ചു തരാവേ. ഞാൻ അത് ഇവിടെ എത്തിട്ടോ. പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് എഴുതിയത് ഇത് മേടിച്ചത് അമ്മ ഒരു സ്ഥലത്ത് പോയപ്പോൾ വരുമ്പോൾ, അമ്മ ഓഫീസിൽ പോയി വരുമ്പോൾ ഏതൊരു ബുക്ക് സ്റ്റോറിൽ മേടിച്ചതാണ്. ഇത് അമ്മേൻ്റെ ഒരു മാഷ് എഴുതിത്തന്ന പറയുന്നത്. 4 മണിപ്പൂവ് കേട്ടോ എൻ്റെ പേര്. മാഷിൻ്റെ പേരല്ല, മാഷിൻ്റെ പേര് വിരാൻകുട്ടി. എഴുതിയ കഥ കേട്ടത്. ഞാൻ അമ്മയുടെ ഒരു മാഷില്ല, അമ്മേനെ പഠിപ്പിച്ച. ഇത് ഒരു ജപ്പാനീസിൻ്റെ നിസോക്കി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഇത് ആരെ എഴുതിയെന്ന് അറിയില്ല, പക്ഷെ അടിപൊളിയാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് നിസോക്കി ഫാൾസ് ലവ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ജപ്പാനിലുള്ള ഒരു അതായത് ഇത് ലെഫ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ്